ഹായ് സുഹൃത്തുക്കളെ, ഞാൻ അനിൽകുമാർ. AK ഇൻഫർമേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നഗരസഭ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സാധാരണക്കാർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ചില പ്രധാന സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ വാങ്ങാം, അതിന് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നഗരസഭ സേവനങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോയുടെ ആദ്യ ഭാഗമാണിത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായി ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. ഒരു കുട്ടി ജനിച്ചാൽ 21 ദിവസത്തിനകം നഗരസഭയിൽ ഫ്രീയായി രജിസ്റ്റർ ചെയ്യാം. ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ ഇപ്പോൾ ഡിജിറ്റലായി തന്നെ നഗരസഭകളിൽ എത്താറുണ്ട്. എങ്കിലും പേര് ചേർക്കുന്നതിനായി നമ്മൾ കൃത്യമായി അപേക്ഷിക്കണം. രണ്ടാമതായി മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഒരാൾ മരണപ്പെട്ടാൽ അതും 21 ദിവസത്തിനകം നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യണം. ഒരു മാസം കഴിഞ്ഞാൽ പല രേഖകളും ഹാജരാക്കണം എന്നത് ശ്രദ്ധിക്കുക. മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ മരിച്ച വ്യക്തിയുടെ അനന്തര അവകാശികളുടെ മരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നടക്കുകയുള്ളൂ. 3. വിവാഹ സർട്ടിഫിക്കറ്റ്, മാര്യേജ് സർട്ടിഫിക്കറ്റ്. വിവാഹം കഴിഞ്ഞ് 45 ദിവസത്തിനകം പൊതുവായ നിയമപ്രകാരം നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ദമ്പതികളുടെ പ്രായം തെളിയിക്കുന്ന രേഖകളും വിവാഹം നടന്ന ഹാളിൽ നിന്നോ മതസ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള സാക്ഷ്യപത്രവും ഇതിന് അത്യാവശ്യമാണ്. നാലാമതായി ഓൺലൈൻ വഴി എങ്ങനെ നൽകാം, ഓൺലൈൻ പ്രോസസ്സ്. ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾക്കെല്ലാം നഗരസഭയിൽ ഓഫീസിൽ നേരിട്ട് പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. കേരള സർക്കാരിൻ്റെ കെ-സ്മാർട്ട് പോർട്ടലിലൂടെ വീട്ടിലിരുന്നോ അക്ഷയ സെൻറ്റർ വഴിയോ അപേക്ഷിക്കാം. കെ-സ്മാർട്ട് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. ഇതുവഴി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗത്ത് നമുക്ക് കെട്ടിട നികുതിയെപ്പറ്റിയും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനെക്കുറിച്ചും സംസാരിക്കാം. നന്ദി.